GRCM. ഞാൻ കേരള പോലീസിലായിരുന്നു. സബ് ഇൻസ്പെക്ടറായി 2021 റിട്ടയർ ചെയ്തു. അതിനു മുമ്പ് പോലീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ RCMന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു. സീരിയസ് ആയിട്ട് ചെയ്തിരുന്നില്ല. പോലീസിന്റെ ഒരു നിയമ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സീരിയസ് ആയിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ല. സ്റ്റാർട്ടിങ്ങില് ഞാൻ പറയുന്നു, ഒരു പോലീസുകാരന്റെ കാഴ്ചപ്പാടുകൾ തന്നെയാണ്, പോലീസുകാരന്റെ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു എനിക്കും. അപ്പോ എന്തിനേയും ഒരു ഒരു വിശകലന ബുദ്ധിയോടെ, ഒരു സംശയത്തോടെ വീക്ഷിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ചും ഉള്ളതാണ്. ഏത് സംവിധാനം കൊണ്ടുവന്നാലും നമ്മളതിനെ ഒരു സംശയത്തോടു കൂടിയുണ്ട്. എന്റെ ബ്രദറിലോ പാലക്കാട് എമറാൾഡ് ജയപ്രകാശ് സാറാണ്. അദ്ദേഹം ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടു വെച്ചു എന്നല്ലാണ്ട് എനിക്ക് അതിൽ കാര്യമായിട്ടുള്ള പങ്കൊന്നുമില്ല. ഈ ബിസിനസ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുമെന്നോ ഇതിനൊരു സാധ്യതയൊന്നും അന്ന് കാലത്ത് എനിക്ക് മനസ്സിലായിരുന്നില്ല. ആളെ ചേർക്കുന്ന പരിപാടിയാന്ന് പറയുമ്പോൾ തീരെ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമായിരുന്നു. പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച് നോക്കി. ഞാനല്ല, എൻ്റെ സുഹൃത്തുക്കൾ പലരും ഉപയോഗിച്ച് നോക്കി നല്ല പ്രൊഡക്റ്റുകളാണെന്ന് പറഞ്ഞപ്പോൾ പഠിക്കാൻ പണ്ടേ എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ കുറെ നല്ല പ്രൊഡക്റ്റുകളാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് RCM സീരിയസ് ആയിട്ട് എടുക്കാൻ കാരണം. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ലൈൻ ഓഫ് സ്പോൺസർ ഉണ്ട്. ഈ ഒരു മഹപ്രസ്ഥാനം ഇന്ത്യക്ക് സമ്മാനിച്ച TCGയെ ഓർമ്മിച്ചുകൊണ്ട് ഗേറ്റ് ഗ്രൂ, ഗോകുമാർ സാറ്, മൂർത്തി സാറ് തുടങ്ങിയ ലൈൻ ഓഫ് സ്പോൺസേഴ്സ്, എൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റീവ് അപ്ലൈൻ ജയപ്രകാശ് സാർ, പിന്നെ ഇന്ന് ഈ സൂം മീറ്റിംഗിൽ കയറിയിരിക്കുന്ന എൻ്റെ പരിചയമുള്ള കുറച്ചു പേരും പരിചയമില്ലാത്തവരും ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് വലയം അല്ലെങ്കിൽ സഹോദര ബന്ധമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോ ഇവർക്ക് എല്ലാവർക്കും ഇന്ന് എനിക്ക് ഈ സൂമിൽ ഇരിക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനും ജഗദീശ്വരന്റെ ഒരു അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ഇത് ഈ സൂമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ അത്ര വലിയ ഇവര് പറയുന്ന പോലെ പ്രഗത്ഭരൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ അറിയാം. നമ്മളുടെ ഒരു ജീവിതത്തിൽ ഒരു ഒരു സൈഡായിട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ കൂട്ടിവെച്ച് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നല്ലാണ്ട് അതിനപ്പുറത്തൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തില് ഒരു ഒരു ഗവൺമെന്റ് സ്റ്റാഫൊക്കെ ഉൾപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തോടും നമ്മളെ വ്യക്തികളോടുമൊക്കെ ഒരു നീതി പുലർത്തേണ്ട ആവശ്യമുണ്ട്. അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടു. ഓരോ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത് പറയുകയും അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് സമൂഹത്തോട് പറയുകയും ചെയ്യേണ്ട ഒരു ബാധ്യത ഒരു പോലീസുകാരനായിട്ടല്ല, നമ്മളുടെ എല്ലാ സിറ്റിസന്റെയും ഒരു ഡ്യൂട്ടിയാണെന്ന് കരുതണം നമ്മളൊക്കെ. അപ്പൊ ഇങ്ങനെ 10,000-കണക്കിന് ആൾക്കാർക്കടെ പറ്റിച്ച്, പാലക്കാട് എനിക്കറിയാം, ഇവിടെയുള്ള എല്ലാ HOES ഫൗണ്ടേഷൻ, ലിസ്, ആടുമാഞ്ചിയം, അങ്ങനെ ഒരുപാട് തട്ടിപ്പ് കേസുകൾ പറ്റി പൈസ പോയി കരഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തിലാണ് കേരളം. അപ്പൊ അങ്ങനെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താണെന്നും പെട്ടെന്ന് അറിയില്ല. ഡയറക്റ്റ് മാർക്കറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു വിഷൻ, കയ്യിലൊരു ബാഗും ഡീസന്റ് ആയി ഡ്രസ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് ഓടി അവിടുന്ന് ഇങ്ങോട്ട് ഓടുന്ന കുറെ ആൾക്കാരുടെ ഒരു പിക്ചറാണ്. ഭാഗ്യവശാൽ നമ്മളുടെ മീഡിയ, ഈ TV പരസ്യങ്ങളും മീഡിയയും ഒക്കെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഏതോ ഒരു വലിയ ചതിയാണ് എന്ന രീതിയിലാണ് പ്രൊപ്പഗൻഡ നടത്തുന്നത്. അത് കരുതിക്കൂട്ടിയുള്ള പ്രൊപ്പഗൻഡയാണോ എന്ന് എനിക്ക് ഇപ്പൊ സംശയമുണ്ട്. പാശ്ചാത്യ നാടുകളിൽ 1959 ഉത്ഭവിച്ച ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അത് ഏറ്റവും ഒരു ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ വികസന സാധ്യതയും വിപണന സാധ്യതയുമാണ്. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇവിടെ പലതരത്തിലുള്ള ആയിരക്കണക്കിന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോ ഓരോരുത്തർ വരുമ്പോൾ ആംബെ പോലെയാണോ അല്ലെങ്കിൽ അതാണോ എന്ന് ചോദിക്കും. ചെറിയ വിലയ്ക്കുള്ള സാധനങ്ങൾ
വലിയ വിലയ്ക്ക് കൊടുത്ത് വലിയ പ്രോഫിറ്റ് മേടിക്കുന്ന പല വമ്പന്മാരും ഇവിടെ വന്ന് കീഴടങ്ങി സറണ്ടറായി പോയിട്ടുണ്ട്. അവിടെയാണ് നമ്മളുടെ കമ്പനിയുടെ ഒരു പ്രസക്തി. ഇപ്പോ എന്നെ കേട്ടിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ലീഡേഴ്സ് ആയിരിക്കാം, പക്ഷെ അവരുടെ അറിവിലേക്ക് വേണ്ടി എനിക്ക് മനസ്സിലായ RCMനെ കുറിച്ച് ചെറിയൊരു കാര്യമാണ്. 1977 ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ടെക്സ്റ്റൈൽസ് മാനുഫാക്ചറിങ് കമ്പനി ആരംഭിച്ച് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് തങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇന്ന് 1000+ പ്രൊഡക്റ്റിലേക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ഇന്ന് 4 കോടിയിൽ കവിഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറിലേക്കും ഒരു സ്റ്റേറ്റിൽ നിന്ന് 28 സ്റ്റേറ്റിലേക്കും ഒരു ഡിപ്പോയിൽ നിന്ന് 200 പരം ഡിപ്പോയിലേക്കും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന അക്രോസ് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യാപാര ശൃംഖലയുടെ ഉടമയാണ് നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്നവരുമൊക്കെ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കമ്പനി നമ്മൾ എങ്ങനെ വിശ്വസിക്കണം? ആദ്യം നമുക്ക് കമ്പനിയെ ഒരു വിശ്വാസം വേണ്ടേ. എല്ലാവരും പറഞ്ഞാൽ വാക്ചാതുര്യം കൊണ്ടും സാമർഥ്യം കൊണ്ടുമൊക്കെ എല്ലാവരെയും എപ്പോഴും നമുക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ട്രൂത്ത് ഒരിടയിൽ തിരിഞ്ഞു വരും. അപ്പോ ഞാൻ നേരത്തെ പറയാറുണ്ട്, ഇത്തരത്തിൽ ചതി ചെയ്യപ്പെട്ട ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ അവരെ ഈ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ആദ്യം ഏത് സംവിധാനത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും കമ്പനിയെ കുറിച്ച് അതിന്റെ പ്രൊഫൈല് പഠിക്കണം. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്, സിഇഒമാരാണ്, അവരുടെ പാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അതാദ്യം പഠിക്കണം. അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കണം. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പഠിക്കണം. അവരുടെ പേ ഔട്ട് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഒരു കമ്പനി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് വരുന്നത്. 1977 തുടങ്ങിയ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം 2000 ഒരു ബ്രാൻഡ് നെയിമിൽ RCM എന്ന് പറഞ്ഞാൽ റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി എന്ന രീതിയിലേക്ക് മാറി. 2000 ഒരു പ്രൊഡക്റ്റുമായി തുടങ്ങി. ഇന്ന് 1000 പരം 4000 പരം പ്രൊഡക്റ്റുകളുമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് അത്ഭുതം കൂറുന്നത്, പെയിന്റ് ഏതെങ്കിലും ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഉപ്പ് ആരെങ്കിലും കൊടുക്കുവോ? കൊടുക്കില്ല. അതിനൊക്കെ തീരെ വിലക്കുറവുള്ള സാധനങ്ങളാണ്. അത് വിറ്റാൽ നമുക്ക് പെട്ടെന്ന് ലാഭം കിട്ടില്ല. അപ്പോ ഇത്തരത്തിലുള്ള ഒരു കമ്പനി ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താ, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അതിനു മുമ്പ് ഒരു മനുഷ്യന്റെ ആരംഭം മുതൽ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ചക്കയ്ക്ക് പകരം മാങ്ങ കൊടുത്ത് മാങ്ങയ്ക്ക് പകരം കപ്പ മേടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. കോമൺ മീഡിയം ഓഫ് മണി, പണം വന്നതോടുകൂടി എല്ലാം പണത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അവിടെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ 40 രൂപ വിലയുള്ള സാധനങ്ങൾ 100 രൂപയ്ക്ക് അൾട്ടിമേറ്റ് കസ്റ്റമറിൽ എത്തിക്കുന്നു. 30 രൂപ ഇടനിലക്കാർക്കും 30 രൂപ പരസ്യക്കാർക്കും കൊടുക്കുന്നു. ഈ 60 രൂപ ആരുടെ കയ്യിൽ നിന്ന് പോകുന്നു? അൾട്ടിമേറ്റ് കസ്റ്റമർ എന്ന സാധുവിന്റെ തലയിൽ ഈ എല്ലാ പൈസയും കെട്ടിവെക്കുകയാണ്. അവനെ ചളിയിൽ നിന്ന് അവനെ ഭൂമിയുടെ അഗാധത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ഈ പ്രൈസ് ഹൈക്ക് കൊണ്ട്. അപ്പൊ അവിടെ നിന്നൊരു വ്യതിയാനം എന്താണ്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് വന്നു. പല ഡയറക്റ്റ് മാർക്കറ്റിംഗിലും ഉള്ള സാധനങ്ങളും നമ്മളുടെ RCMന്റെ സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എല്ലാവരും തരുന്ന ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒരു ജ്യൂസ് കുപ്പി വില 5000 രൂപ. നിങ്ങൾ ഇത് കഴിച്ച എല്ലാ അസുഖങ്ങളും മാറും. ആക്ച്വലി 250 രൂപ വിലയുള്ളതിന് 1000 മേടിച്ച് പങ്കിയെടുക്കുന്ന സംവിധാനങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെയാണ് RCMന്റെ പ്രസക്തി. അപ്പോ പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്നവരൊക്കെ RCMൽ സീരിയസ് ആയിട്ട് ചെയ്താൽ മാത്രമേ വരികയുള്ളൂ. എത്ര കൂടുതൽ പെട്ടെന്ന്, ഇപ്പോ പല കമ്പനിക്കാരും നമ്മളോടൊക്കെ പറയുന്നത്, നിങ്ങൾ ഇത് ജോയിൻ ചെയ്താൽ മതി, ബാക്കി അവർ നോക്കിക്കോളാം, അല്ലെങ്കിൽ വെറുതെ നോക്കിയിരുന്നാൽ മതി, പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പ് പ്രസ്ഥാനങ്ങളും വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളുടെ RCMന്റെ ഉൽപ്പന്നങ്ങൾ അതെല്ലാം കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ്, അഫോർഡബിൾ റേറ്റ് ആണ്, റിപ്പീറ്റിംഗ് ആണ്. സാധാരണക്കാരന്
വില കുറവ്, കമ്പാരിറ്റീവ്ലി കുറവും ഗുണമേന്മയുള്ളതും ആയ നല്ല പ്രൊഡക്റ്റുകൾ മിതമായ വിലയ്ക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കുന്നു. അവിടെയാണ് വ്യത്യാസം. ഈ 40 രൂപയ്ക്ക് കിട്ടുന്ന കമ്പനി മാനുഫാക്ചറിങ് വിത്ത് നോമിനൽ പ്രോഫിറ്റ് ആയ സാധനം 60 രൂപയ്ക്ക് കസ്റ്റമറിൽ എത്തുമ്പോൾ 40 രൂപ ലാഭം കിട്ടുന്നു. ആ ലാഭം തിരിച്ച് കസ്റ്റമർക്ക് തന്നെ കൊടുക്കുന്നു. അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. അവിടെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് വേരിയേഷൻ ഇല്ല. അവിടെ പിന്നെ ഒരു കാര്യം, ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ വരില്ല. അതൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ചെലവിൽ നിന്ന് വരുമാനമാക്കാനുള്ള ഒരു സംവിധാനം എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളുടെ ജീവിത ചെലവുകൾ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ജീവിത ചെലവുകൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന മനുഷ്യരല്ല. പൈസ ഇല്ലാതെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ വീട്ടിലെ പത്രക്കാരനും പാലുകാരനും ഓട്ടോറിക്ഷയ്ക്കും ഒക്കെ പൈസ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. RCMന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒരു പുതിയ ഇന്ത്യയും സ്ത്രീ എംപവർമെന്റിനെ കുറിച്ചുമൊക്കെ ആണെങ്കിൽ പറഞ്ഞു. അതിനപ്പുറത്ത് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതിന്റെ പിന്നിലുണ്ട്. സാമ്പത്തികമില്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പൊ സാമ്പത്തിക സ്വാതന്ത്ര്യം പെട്ടെന്ന് രക്ഷപ്പെടില്ലെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ മാർഗം ഇതിലുണ്ട്. ഇതാണ് RCMന്റെ ഒരു ചെറിയ കാര്യം. അപ്പോ കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾക്ക് അറിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നത്. കൊറോണ സമയത്ത് എല്ലാ മേഖലകളും തളർന്നു. ടൂറിസം പോയി, ട്രാൻസ്പോർട്ടേഷൻ മാറി, ഒരു സാധ്യതയുമില്ല. അവിടെ എല്ലാവരും കൊറോണയാന്ന് വെച്ചിട്ട് എല്ലാവരും പല്ല് തേക്കാതിരുന്നിട്ടുണ്ടോ? ചായപ്പൊടി കഴിക്കാതിരുന്നിട്ടുണ്ടോ? ആട്ട കഴിക്കാതിരുന്നിട്ടുണ്ടോ? അവിടെയൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടതും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഫ്യൂച്ചർ. അപ്പോ സാധാരണ ജനങ്ങൾക്ക് ഏത് കൊറോണ വന്നാലും ഈ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഇത് വിജയിക്കുക തന്നെ ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ? കേരളത്തിൽ 6 ഡിപ്പോയ് ഉള്ളത്. 2 ഓൺ ഡിപ്പോയാണ്, കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡിപ്പോയാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനീസ് ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് എമൗണ്ട്. നാളെ ഓടിപ്പോകാൻ വന്നതല്ല, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് വന്ന തകരയല്ല ഈ കമ്പനി എന്ന് അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് എന്നെ പോലെയുള്ളവരും നമ്മളും ഈ തുമ്പിലിരിക്കുന്നവരൊക്കെ ഉറച്ചു വിശ്വസിക്കണം. ചിലരൊക്കെ പറയുന്നുണ്ട് RCM വളരെ ടഫസ്റ്റ് ആണ്, RCMൽ ഒരു കാര്യവുമില്ല. അവര് ചെയ്യേണ്ട രീതിയിൽ RCMൽ ഒരു സിസ്റ്റം ഉണ്ട്. RCM കമ്പനി പറയുന്ന ഒരു സിസ്റ്റത്തിനനുസരിച്ച് പറയണം. നമ്മളുടെ ബുദ്ധി പ്രയോഗിക്കേണ്ട ഒരാവശ്യവുമില്ല. ചിലർ പറയും TCG വരെ ഞാൻ ബിസിനസ് പഠിപ്പിക്കണം, അത് ശരിയല്ല, ഇത് ശരിയല്ല. ഒരുപാട് ശരികളും തെറ്റുകളും ഒക്കെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ശരികളും തെറ്റുകളും ഒക്കെ സ്വയം ഒന്ന് മനസ്സിലാക്കുന്നു. പഞ്ചാബിൽ കിടക്കുന്ന ആട്ട ഇവിടെ 51 രൂപയ്ക്ക് തരുമ്പോ എന്താണ് കുഴപ്പം? ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. 68 രൂപ വിലയുള്ള ആശീർവാദ് പോലെയുള്ള ആട്ടയ്ക്ക് പകരം 51 രൂപയ്ക്കും 49 രൂപയ്ക്കും ഞാൻ കൊടുക്കുമ്പോൾ 17 രൂപ 1 കിലോയിൽ വ്യത്യാസം, 2 കിലോയിൽ 34 രൂപ വ്യത്യാസം. സാധാരണക്കാരന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട അധ്വാനത്തിന്റെ വില പൈസയായിട്ട് മേടിക്കുന്നവന്റെ കയ്യിൽ നിന്ന് ഈ ചൂഷണം നമ്മൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. 34 രൂപ ഒരാൾക്ക് 2 കിലോ ആട്ട മേടിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഗതിയാണെങ്കിൽ, ആ പ്രൊഡക്റ്റ് ഗുണമുള്ളതാണെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണ്ടേ? അതാണ് RCMന്റെ സാധ്യത. ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കാവിക്കോ പേസ്റ്റ് ആണ്. ഇതിന് തുല്യമുള്ള മറ്റ് കമ്പനികളുടെ ഹെർബൽ പേസ്റ്റിന് 88 രൂപ വിലയുണ്ട്. 88 രൂപ വില. ഇവിടെ 43 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ 45 രൂപ ഓരോ കുടുംബത്തിലും, ഇന്ത്യയിലുള്ള ഓരോ നിർധനനായ സാധാരണക്കാരന്റെ കുടുംബത്തിലേക്ക് 45 രൂപ സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അതിന്റെ ഒപ്പം നിങ്ങൾ നിൽക്കണ്ടേ? ഇത് വേണമെങ്കിൽ 500 രൂപയ്ക്ക് കൊടുത്ത് ലാഭം കൂട്ടാം. അപ്പൊ നോക്കൂ, ഒരു പേസ്റ്റ്. പിന്നെ സീരിയസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യണമെന്ന് പറയാൻ കാരണം 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് 50 കോടി ജനങ്ങൾ ഒരു പേസ്റ്റ് ഒരു മാസം ഉപയോഗിച്ചാൽ എത്ര രൂപ പ്രോഫിറ്റ് ആയിട്ട് പോകും? 88 രൂപ വിലയുള്ള ഒരു പേസ്റ്റിന് 20 രൂപ ഇവിടുന്ന് പ്രോഫിറ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 50 കോടി ജനങ്ങൾക്ക് ഒരു മാസം ഒരു പേസ്റ്റ് ഉപയോഗിക്കുക വഴി യൂണിലിവറോ മറ്റുള്ള മൾട്ടിനാഷണൽ കമ്പനികളോ ദേ ആർ ലൂട്ടിങ് ദി ഇന്ത്യൻ എക്കണോമി. ഒരു
ലക്ഷം കോടി രൂപയോളം ഇവിടുന്ന് ഒരു മാസം കൊണ്ടുപോകുന്നുണ്ട്. ഞാന് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്കോ എതിരല്ല. അതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ് നമ്മൾക്ക് ഇവിടെ കിട്ടുമെങ്കിൽ ഞാൻ ഇത് ഉപയോഗിക്കുകയോ താങ്കളെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയോ ചെയ്താൽ 20 രൂപ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്നത് തടയാൻ പറ്റുന്ന ഒരു രാഷ്ട്ര സേവനമാണോ ഇത്? അങ്ങനെ ഒരു രാഷ്ട്ര സേവനമാണെങ്കിൽ ഇതിൽ ജലാറ്റിനും ബോണാഷും ഒന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലതാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക. നമ്മളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ മാറ്റം, ഒരാൾ വിചാരിച്ചാലൊന്നും പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. ഇത് 23 വർഷത്തെ മാറ്റമാണ്, അല്ലെങ്കിൽ 46 വർഷത്തെ മാറ്റമാണ് നമ്മളിലേക്ക് ഉള്ളത്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ പ്രസക്തി ഇതാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാവുമ്പോൾ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. ഇത് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവർക്കും കൗണ്ട് യുവർ ഫ്രണ്ട്സ് നോട്ട് യുവർ ഇയേഴ്സ്. ഞാൻ റിട്ടയർ ചെയ്ത് ഒരു പോലീസ് ഓഫീസറായ വീടിന്റെ പരിസരത്ത് ചുറ്റിക്കൂടി നിൽക്കുകയാണെങ്കിൽ എന്നെ ആരെങ്കിലും അറിയോ? ഞാൻ വലിയ പോപ്പുലർ ആണെന്നല്ല, കുറച്ച് സുഹൃത്തുക്കൾ, എനിക്ക് അംഗലീപരിമിതമായ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഈ സൂമിൽ കാണുന്ന 200 പേരും എന്റെ സഹോദരന്മാരാണ്. ഇങ്ങനെ ഒരു സംവിധാനം എവിടെ കിട്ടും? കൗണ്ട് യുവർ ഫ്രണ്ട്സ് നോട്ട് യുവർ ഇയേഴ്സ് എന്നാണ്. നിങ്ങൾക്ക് എത്ര വർഷം ജീവിച്ചതിനപ്പുറം എത്ര നല്ല സുഹൃത്തുക്കളുണ്ട്, എണ്ണി നോക്കൂ. അപ്പോ ഇതിനൊരു വലിയൊരു സാധ്യതയുണ്ട്. ഒരു കൂട്ടായ്മയുടെ, ഞാൻ പറയട്ടെ, നമ്മളുടെ ഈ RCMൽ വന്ന ശേഷം, RCMൽ വന്ന ശേഷം ഇത്ര സരസമായി ചിരിച്ച് സംസാരിക്കാൻ കഴിയുന്നത് RCM എന്നെ മാറ്റിയത് കൊണ്ടാണ്. ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട സംസാര ശൈലിയൊന്നും അല്ല നമുക്ക്. കള്ളനോടും കൊള്ളരുതാത്തവനോടും ഒക്കെ പെരുമാറുന്ന ആള് ഇങ്ങനെ ഇപ്പൊ എന്നെ സാറേ സാറേ എന്ന് വിളിച്ച് നടന്ന ആൾക്കാരോടൊക്കെ തിരിച്ച് ഞാൻ സാറേ സാറേ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈഗോ ആദ്യം എടുത്തു കളഞ്ഞു. നമ്മൾ എല്ലാവരോടും റെസ്പെക്ട് കൊടുക്കണം. ബിഗിനർ ആണെങ്കിൽ അത് നമ്മുടെ മൂർത്തി സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ബിഗിനറെ പോലും സാറേ എന്നേ വിളിക്കാറുള്ളൂ. നോക്കൂ, ആ ലീഡറിന്റെ ഔന്നത്യത്തിൽ എത്തുമ്പോൾ അവർ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ഉൾവിളി, നമ്മളുടെ മനസ്സിനെ അത് മതിക്കും. ഇത് നിങ്ങൾ ഇപ്പോ ഓരോരുത്തരും ഒരു സ്റ്റാർ പിന്നായ ആരോടും വിട്ടില്ല. സ്റ്റാർ പിന്നായി അല്ലെങ്കിൽ ടെക്നിക്കൽ അച്ചീവറായ എല്ലാം തികഞ്ഞു, ഒന്നും ആയിട്ടില്ല. നമ്മൾ എവിടെയോ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ പറയുന്നു. ഞാനൊരു സ്റ്റാർ പേളാവുമ്പോൾ 20 ലക്ഷം ബിസിനസ്സോടെയും 40 ലക്ഷത്തിന്റെ സെയിൽ നടക്കുന്ന ആളുടെ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് 5000 PV. അതിനുള്ള അഹങ്കാരം എനിക്ക് മതി. അതിനപ്പുറത്തേക്ക് ഞാൻ ആരുമല്ല. അങ്ങനെ ഞാൻ എല്ലാവരും ആണെന്നല്ല പറഞ്ഞത്. ചിലരെ ഞാൻ കാണാറുണ്ട്, എനിക്കെല്ലാം അറിയാം. നമ്മൾ മരിക്കുന്ന അവസാന ശ്വാസം വിടുന്നവരെ ലേണിംഗ് പഠിച്ചുകൊണ്ടിരിക്കണം. പ്രകൃതി നമ്മളെ പഠിപ്പിക്കും, അധ്യാപകൻ പഠിപ്പിക്കും, അച്ഛനും അമ്മമാരും പഠിപ്പിക്കും, സ്വയമായും പഠിപ്പിക്കും. അങ്ങനെ 5-6 ദിശയിലൂടെ സഞ്ചരിച്ചാലേ അറിവ് പൂർണ്ണമാവുന്നത്. ആർക്കും ഇതുവരെ അറിവ് പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഒരു സാധ്യത ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ അത് സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെ ഇതിലെ RCMലെ വന്ന മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ പേഴ്സണാലിറ്റി മാറുന്നുണ്ട്, അവന്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. എത്രയോ മോട്ടിവേഷൻ ആയിട്ട് ഞാൻ പറയുന്നു, നമ്മുടെ സഹോദരിമാരെ കാണുന്നുണ്ട്. ഈ കേരളത്തിൽ വലിയ വിദ്യാസമ്പന്നമായ കേരളത്തില് എത്രയോ ആൾക്കാർ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൂടെ നമ്മുടെ സഹോദരിമാർ നിൽക്കുന്നുണ്ട്. 7000 രൂപയ്ക്കും 6000 രൂപയ്ക്കും ഒക്കെ ജോലി ചെയ്യുന്നു. അവിടെയാണ് അണ്ടർ എംപ്ലോയ്മെന്റ് കാണുന്നത്. ഇവിടെ ഇത് ഈ RCM ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സമയമില്ല. ഇട്ടിരിക്കുന്ന ചുരിദാർ അല്ലാണ്ട് വേറെ വശമില്ലാത്ത, പിന്നെ മുതലാളിയുടെ ഇംഗിതത്തിന് വഴങ്ങാൻ ഇല്ലെങ്കിൽ പണി തെറിക്കുന്ന ഒരുപാട് ഭീതിജനകമായ സിറ്റുവേഷൻസ് ഇവിടെയുണ്ട്. നമ്മൾ ദൈനംദിനം കാണുന്നതാണ്. വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറയും, വെറുതെ പറയുന്നതാണ്. ഇവിടെ ഒരു വുമൺ എംപവർമെന്റ് കാര്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ RCMലാണ് നടക്കുന്നത്. ബാക്കി ഒന്നും എംപവർമെന്റ് ആണല്ല. അപ്പൊ സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകൾ അരങ്ങത്തേക്ക് വന്ന് ഇന്ന് അരങ്ങുവാഴും സ്വയമായ ഒരു കാൽവയ്പോടുകൂടി ഒരു വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഒരു സംവിധാനത്തിലാണ് RCMലേക്ക് വരുമ്പോൾ. ഞാൻ പറയുന്നു, ചെറിയ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആള് ഒരു 10,000-ൽ മാറി 30,000-ലേക്ക് ഒരു വരുമാനം കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ. ഇതിൽ വരുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. എല്ലാവരെയും കണ്ട് ചിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ എന്റെ ഡൗൺ ലൈനോ അപ്പ് ലൈനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാർ മേടിക്കുന്നത് കണ്ടാ
നമ്മളുടെ വീട് വെക്കുകയാണെങ്കിൽ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ആൾ കാർ മേടിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കിച്ച് ഉണ്ടാവില്ലേ? മനസ്സിൽ ഒരു കിച്ച് ഉണ്ടാവില്ലേ? ഇത് നമ്മുടെ ഡൗൺ ലൈനോ അപ്പ് ലൈനോ ഒരു കാർ മേടിച്ചാൽ നമുക്ക് സന്തോഷമല്ലേ? അങ്ങനെ മനസ്സിനെ വിപുലപ്പെടുത്താൻ പറ്റില്ലേ? അന്യന്റെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു സാധ്യത ഇതിന് തരുന്നില്ലേ? അത് മതി, അതാണ് നമുക്കൊരു ആവശ്യവും. അപ്പൊ ഞാൻ 1-2 പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാം. ഇത് ഷുഗർ ഇതുണ്ടോ, ഗ്ലൈസം പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഗ്ലൈസം ടാബ്. ഇത് നമ്മളുടെ റോക്കറ്റ് കണ്ടുപിടിച്ച യുഗത്തിലാണ് നമ്മൾ. സുഹൃത്തുക്കളെ, റോക്കറ്റ് കണ്ടുപിടിച്ച യുഗത്തിലാണ്. വേണമെങ്കിൽ ഷുഗറിന് മരുന്ന് കണ്ടുപിടിക്കാം, ആവശ്യമില്ല, ആവശ്യക്കാരില്ല. അതാണ് പാൻക്രിയാസ് ഗ്രന്ഥിയുടെ ഡെവലപ്മെന്റ്സ് ഇല്ലാതെ, ഇൻസുലിൻ സിക്രീഷൻ നടത്താതെ പുറത്തുനിന്നുള്ള സംവിധാനം ഇൻസുലിൻ കൊടുത്ത്, ഇഞ്ചക്ഷൻ കൊടുത്ത് ഒരു ഗുളിക 2 ഇൻസുലിൻ ആകും. ഇൻസുലിൻ ആംപുട്ടേഷനിലെ കയ്യോ കാലോ മുറിച്ച് 20 വർഷം നിങ്ങൾ ഡോക്ടറിന്റെ തടവിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാകും ഈ ജന്മങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലും. 3 നേരം ചോറ് കഴിക്കുന്ന കേരളത്തിൽ നമ്മുടെ ചക്കയും മാങ്ങയും കപ്പയും ഉള്ള ദേശീയ ഭക്ഷണങ്ങളൊക്കെ മാറി പൊറോട്ടയും ഇറച്ചിയുമായി നമ്മുടെ ദേശീയ ഭക്ഷണമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ നമ്മളെ വിട്ടുപോകുന്നില്ല. അവിടെയാണ് ഈ ഷുഗറിനെ പ്രതിരോധിക്കാനുള്ള ഈ സാധനം. ഇത് ചക്കരക്കൊല്ലി, കറുവപ്പട്ട, കോഫി പൗഡർ, പച്ചമാങ്ങാപ്പൊടി, പച്ചമാവിന്റെ ഇല, തിപ്പലി, കൂവളത്തിന്റെ കായ്, പാവയ്ക്കയുടെ നീര്, നെല്ലിക്കയുടെ നീര്, ചിറ്റമൃത്, കരിങ്കാലി, അങ്ങനെയുള്ള 12 ആയുർവേദ ഔഷധങ്ങളുടെ കൂട്ടാണ്. രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരെണ്ണം കൊടുത്തോളൂ. വായിലിട്ട് അലിയിച്ച് ഉമിനീരിലൂടെ അലിയിച്ചിറക്കി കഴിഞ്ഞാൽ, ആ പ്രോഡക്റ്റൂടെ കുടിച്ചു കഴിഞ്ഞാൽ അവന് ഒരു 300 ഷുഗർ ഉള്ളവന് 80-120 ഫാസ്റ്റിങ്ങിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് വേണ്ട. മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നേക്കുമായി മരുന്നിലേക്ക് അകപ്പെടേണ്ടി വരും. ഇതൊരു സർവീസ് അല്ലേ? ഇതൊരു ദൈവദത്തമായ ഒരു സംവിധാനമല്ലേ? അവന് നമ്മളുടെ ആന്തരാവയവങ്ങൾക്ക് യാതൊരു കേടുപാടുമില്ലാതെ, നമ്മളുടെ ശരീരത്തിന് കിഡ്നിക്കോ കരളിനോ അല്ലെങ്കിൽ ഹാർട്ടിനോ കണ്ണിനോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻസുലിൻ സിക്രീഷൻ ചെയ്ത് നമ്മുടെ ഷുഗർ, ഡയബറ്റിക്സിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന അത്യത്ഭുതമായ ഒരു ഉൽപ്പന്നമാണ്. ഇത് ഉപയോഗിക്കുക വഴി നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു 12 ലക്ഷത്തോളം പ്രീ ഡയബറ്റിക് പേഷ്യന്റ്. ഇതൊരു വലിയ കച്ചവടമാണ്, തിരിച്ചറിയണം. ഇതൊരു വലിയ കച്ചവടമാണ്. നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽ സയൻസും ഫാർമസ്യൂട്ടിക്കൽ സയൻസും തമ്മിൽ എന്നും യുദ്ധമാണ്. പാശ്ചാത്യ നാടുകളിലൊക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഷോപ്പുകൾ ഉണ്ടാവും, ന്യൂട്രീഷൻ പാർലറുകൾ ഉണ്ടാവും. ഇവിടെ അതിനുള്ള ബോധ്യമില്ല. നമ്മൾ ഏതെങ്കിലും ആൾക്കാരോട് ചോദിച്ചാൽ, അയ്യോ നിങ്ങൾ ഈ പ്രോട്ടീൻ ഒന്നും ഉപയോഗിക്കരുത്, നിങ്ങൾ ഈ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്, ഞാൻ തരുന്ന ഗുളിക തന്നെ കുടിക്കണം. ആന്റിബയോട്ടിക്കുകളും ഈ മരുന്നുകളും കുടിച്ച് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള നല്ല ബാക്ടീരിയ മുഴുവൻ ചത്തൊടുങ്ങി നിങ്ങൾ മാരകമായ അസുഖങ്ങളിലേക്ക്, കെമിക്കൽ കോമ്പൗണ്ട് നിങ്ങളുടെ കണ്ണും കിഡ്നിയും ഹൃദയവും നിങ്ങളുടെ വെയിനും സ്കിന്നും എല്ലാം നശിച്ച് ഒരു വൃദ്ധ കോമരങ്ങളായി മാറും. ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബഹുനില സമുച്ചയങ്ങൾ കിട്ടുന്ന ഹോസ്പിറ്റലുകളോ ജയിലുകളുടെ എണ്ണത്തിൽ കൂടുതലോ വൃദ്ധമന്ദിരങ്ങളുടെയും അനാഥ മന്ദിരങ്ങളുടെയും എണ്ണമോ ഒന്നുമല്ല നമ്മളുടെ പ്രോഗ്രഷന്റെ ഇൻഡെക്സ്. ഇവിടെ ജയിലുകൾ വേണ്ട, ഇവിടെ ഹോസ്പിറ്റൽ വേണ്ട, ഇവിടെ സമാധാനവും പുലർന്നാൽ അവിടെയാണ് നമ്മളുടെ ഇൻഡെക്സ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഇൻഡെക്സ്. നമ്മളെ പറയും മെഡിക്കൽ ഷോപ്പുകൾ നടക്കുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ എപ്പോഴും ഏതാണ് സമയം? അയ്യോ സാറേ സീസൺ ആയില്ല. നമ്മൾക്കെല്ലാം അസുഖം വന്ന് നമ്മളുടെ കയ്യിലെ പൈസയെല്ലാം അവർ മേടിച്ചെടുക്കുമ്പോഴാണ് സന്തോഷമാവുന്നത്. ദാറ്റ്സ് എ പാരഡോക്സ്. ഇതൊരു വലിയ പാരഡോക്സ് ആണ് അല്ലെ? ഒരാളുടെ ദുഃഖത്തിൽ നിന്ന് വേറൊരാൾ സന്തോഷിക്കുന്ന ഒരു പാരഡോക്സ്. ഇത് ജീവിതം നമുക്ക് തന്നെ അസുഖമില്ലാത്ത അല്ലെങ്കിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും യാതനകളും ഇല്ലാത്ത ഒരു ലോകത്താണ് നമുക്ക് ജീവിക്കേണ്ടത്. എന്റെ ഫാദറൊക്കെ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് അറിയില്ല, 89 വയസ്സിലെ അന്നും ആരോഗ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പഴയ തലമുറകളെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. പണ്ടൊക്കെ സ്ത്രീകളുടെ ശരീരശാസ്ത്രം അല്ലെങ്കിൽ പുരുഷന്റെ ശരീരശാസ്ത്രം ഉടുക്ക് പോലെ ഇരുന്ന ഒരു ശരീരം, അരയൊതുങ്ങി അങ്ങനെ ആരോഗ്യ ദൃഢഗാത്രരായി എന്തിനേയും വെല്ലാനും ഈ പ്രകൃതിയോട് തന്നെ മല്ലടിച്ച് നേടിയ മനുഷ്യനാണ്, അവരെ കീഴടക്കി നേടിയ മനുഷ്യന്റെ കരുത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ മദ്ദളം പോലെ ഒരു 10-50 വർഷത്തെ നമ്മുടെ പുരോഗമന
പ്രസ്ഥാനങ്ങൾ കൊണ്ടും പുരോഗമന ആശയങ്ങൾ കൊണ്ടും നമ്മുടെ ആരോഗ്യസ്ഥിതി സീറോയായി. ഹോസ്പിറ്റലുകൾ വന്നാൽ ആരോഗ്യമുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയണം. കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഈ അനാട്ടമി കുറച്ച് കാര്യമായിട്ട് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് മേടിക്കാതെ ഒരാളും ഉണ്ടാവില്ല. നമ്മളുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഒരു ഷുഗർ പേഷ്യൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഇത് നാളെ ഉപയോഗിക്കാൻ കൊടുക്കുക. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാനും കഴിയണം. അപ്പൊ അടുത്ത സാധനമാണ് ന്യൂട്രിചാർജ് വുമൺ. ഇത് ഉപയോഗിക്കാൻ ഞാൻ പറയുന്നു, ഇത് ഏറ്റവും നല്ലൊരു ആയുധമാണ്. ഞാൻ പറയുന്നു, മെൻസ്ട്രേഷൻ ആരംഭിച്ച 13 വയസ്സായ ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് ആണിത്. 50 ന്യൂട്രിയന്റ് ഉള്ള, ഞാൻ പറയട്ടെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. സ്ത്രീകൾക്കും പുരുഷനില്ലാത്ത കുറെ കാര്യങ്ങൾ സ്ത്രീകൾക്കുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഒരു സ്ത്രീക്ക് ഒരു ദിവസം 1200 mg കാൽസ്യം വേണമെങ്കിൽ 200 mg പോലും നമ്മൾ കൊടുക്കുന്നില്ല. പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും വാട്ടറും ഫൈബറും വെള്ളവും കൊഴുപ്പും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അന്നജവും കൊഴുപ്പും മാത്രമേ ഉള്ളൂ. അപ്പോ അവരുടെ എല്ല് വളരണമെങ്കിലും പല്ല് വളരണമെങ്കിലും കണ്ണിന് കാഴ്ച കിട്ടണമെങ്കിലും മസിൽസിന് ശേഷി ഉണ്ടാവണമെങ്കിലും ഒക്കെ നമ്മൾ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഫൈബറും വാട്ടറുമാണ്. 50 അമൂല്യമായ ന്യൂട്രിയന്റ് ഉള്ളതാണ്. 13 പഴങ്ങളുണ്ട് ഇതിൽ. കിവി, അവക്കഡ, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ചെറി, പോംഗ്രാനറ്റ്, മാംഗോസിൻ, സവോള ചെറി എന്ന് പറയുന്ന പൈനാപ്പിൾ എന്ന് പറയുന്ന 13 പഴങ്ങളുടെ സത്തുണ്ട്, 13 മിനറൽസ് ഉണ്ട്, 13 വൈറ്റമിൻസ് ഉണ്ട്, 5 പ്രീബയോട്ടിക്സുകളുണ്ട്, 6 ഫ്ലവേഴ്സിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. സ്റ്റാർ ഫ്ലവറിന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അത് 28+2 28 എന്ന് പറയുന്ന രീതിയിലേക്ക് അതിന് ആർത്തവ ക്രമീകരണത്തെ സഹായിക്കാനും അതിന്റെ പെയിനെ ഒഴിവാക്കാനും പറ്റുന്നു. ചെണ്ടുമല്ലി പൂവിനടുക്കാൻ ലൂട്ടീൻ ഉണ്ട്, ഏജ് റിലേറ്റഡ് ഐ വിഷനെ കറക്റ്റ് ചെയ്യുന്നതാണ്. ഫ്ലാക്സീഡ് ഉണ്ട്, നമ്മുടെ കൊഴുപ്പിനെ നീങ്ങാൻ. ഗ്രീൻ ടീ ഉണ്ട്, നമ്മുടെ മെന്റൽ അലർജി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഈ സാധനം 440 രൂപയ്ക്ക് കിട്ടുമ്പോൾ 16 രൂപ, വെറും ഒരു ചായ കുടിക്കുന്ന പൈസയാണ് ഒരു ജീവിതത്തിൽ ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കുമ്പിള്. അവർ മരണം വരെ കഴിച്ചോട്ടെ. 13 വയസ്സായ മെൻസ്ട്രേഷൻ ആരംഭിച്ച ഒരു കുട്ടി 80 മുതൽ 120 വരെ ml ബ്ലഡ് എവരി മന്ത് ഡിസ്ചാർജ് ചെയ്തു പോകുന്നുണ്ട്. ഇത് നമ്മൾ ഇതിനെ കാര്യമായിട്ട് എടുക്കണം. അച്ഛനറിയില്ല, അമ്മയ്ക്കറിയില്ല, സഹോദരനറിയില്ല. പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിച്ചിരുന്നത്? ഫെർട്ടൈലാണോ അവർക്ക് ആരോഗ്യം? ഇത് വാഴ നട്ട് കൊല വരുമ്പോഴല്ല വളമിടേണ്ടത്. ചെറുവാഴകൾക്ക് തന്നെ വളമിട്ട് കൊടുക്കണം. നമ്മൾക്ക് ശരീരമുള്ള കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ള പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഫൈബറും ഒന്നും കൊടുത്തില്ലെങ്കിൽ വലിയ കൊലകൾ ഉണ്ടാകില്ല. വലിയ നമ്മുടെ തലമുറ തന്നെ നശിച്ചു പോകും. അതാണ് ഒരാവശ്യം. ഇത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ, നമ്മൾക്ക് പണ്ട് ചക്കയും മാങ്ങയും കപ്പയും ചേമ്പും ചേനയും ഒക്കെ കഴിക്കുന്ന സമയത്ത് സമൃദ്ധമായ ഫൈബർ കണ്ടന്റ് ഉണ്ടായിരുന്നു. 30 mg ഫൈബർ വേണം. ഇപ്പൊ എവിടെയാ? നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ടയും ചിക്കനുമായി പോയി. ഈ മാലിന്യങ്ങൾ വലിച്ചു തീർക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. അപ്പൊ ഇത് ഒരു സ്ത്രീകൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ സഹോദരിയോടോ നിങ്ങളുടെ വൈഫിനോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷവും കോംപ്ലിമെന്റുമാണ് ഇത് അവർക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ളത്, അവളെ പരിഗണിക്കുക എന്നുള്ളത്. സ്ത്രീ എംപവർമെന്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ലെങ്കിൽ പിന്നെ എന്ത് എംപവർമെന്റ്? കാൽസ്യം 1200 mg കാൽസ്യം ഒരു സ്ത്രീക്ക് ഒരു ദിവസം വേണമെങ്കിൽ എത്ര mg കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. അപ്പോ ഇതിന്റെ കാര്യം മറക്കണ്ട. ഒപ്പം നമ്മളുടെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, വലിയവർക്കും കൊടുക്കാൻ പറ്റുന്ന വണ്ടർഫുൾ സാധനമാണ് നമ്മുടെ സഞ്ജീവനി പ്രാശ്. ഇതൊന്ന് കൊടുത്തു നോക്കൂ. രാവിലെയും വൈകുന്നേരം ഓരോ ടീസ്പൂൺ കൊടുത്തു നോക്കൂ. ഇതിൽ വെല്ലത്തിന് പകരം ശർക്കരയ്ക്ക് പകരം തേനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മുടെ നെല്ലിക്കയാണുള്ളത്, സവേദ് മുസ്ലിയാണുള്ളത്. അപ്പോ ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനുള്ളതും ഇമ്മ്യൂണിറ്റി, ദഹനക്കേട് അല്ലെങ്കിൽ അലർജി, ആസ്മ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവാൻ ഇത് കൊടുത്തു. 148 രൂപ വിലയുള്ളൂ. ലോകത്തൊരാൾക്കും ഇത് 148 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് നമ്മളുടെ മക്കൾക്ക് കൊടുക്കുക, രാവിലെയും വൈകുന്നേരവും കൊടുക്കുക. ഇതൊന്ന് പകർന്നു കൊടുത്താൽ മതിയോ. പിന്നെ എല്ലാവരും പറയും ഓരോ ചവനപ്രാശവും അല്ലാത്ത പ്രാശത്തിലൊക്കെ അതിലില്ലാത്തത് നെല്ലിക്കയുടെ അംശവും ആയിരിക്കാം. ഇപ്പൊ എല്ലാം എസൻസ് ആണ്. ഇത് ഒറിജിനൽ സാധനമാണ്, തിരിച്ചറിയാം. ഇതുകൊണ്ട് ഇത് ആരോട് പറഞ്ഞാലും ബിസിനസ് പറഞ്ഞാൽ ആരും എടുത്തു കളയും. അതുകൊണ്ടാണ് ഇതില് കാട്ടുമാതളം, ജീരകം, അയമോദകം, ശർക്കര, ചുക്ക്, തിപ്പിലി അങ്ങനെയുള്ള 15 ആയുർവേദ ഔഷധങ്ങളാണുള്ളത്.
ഇതിന് 35 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ലോകത്തിൽ ഒരാൾക്കും ഇതിന് കൊടുക്കാൻ പറ്റില്ല 35 രൂപയ്ക്ക്. അവിടെയാണ് ഈ ആർസിഎമ്മിന്റെ പ്രസക്തി, അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രസക്തി. അത് തിരിച്ചറിയണം ഓരോരുത്തരും. ഈ സാധനത്തിന് തുല്യമുള്ള സാധനം കൊട്ടക്കൽ ആര്യവിദ്യശാലി ദഹനകാന്തി ചോർണം എന്ന് പറയും. 150 ഗ്രാമിന് 120 രൂപ വിലയാണ്. 120 സ്ഥാനത്ത് 35 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ, ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ എല്ലാവരും ഇത് ഉപയോഗിക്കാം. നമ്മൾ മുതിർന്നവരിൽ ഒരു 3 എണ്ണവും കുട്ടികൾക്ക് 2 എണ്ണവും HB ലെവലിനെ കൂട്ടും. ഇത് നമ്മുടെ പൈൽസ് മാതിരിയുള്ള ഉദര പ്രക്രിയകളെ ശരിയാക്കും. ഇതെല്ലാവർക്കും കൊടുത്തുള്ളതാണ്. ഒരു പ്രൊഡക്റ്റുകളുടെ നീളം കൊടുക്കുന്നു. ഇതാണ് കുട്ടികളെ സ്നേഹിക്കുന്നവർ ഇത് കൊടുക്കാൻ മറക്കണ്ട. ഇതിൽ 48 പോഷക തത്വങ്ങളുണ്ട്. ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ മേടിച്ച് നോക്കുമ്പോൾ അതിൽ 30% ഗോതമ്പ് പൗഡർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ കാണില്ല, അവയൊന്നും നമുക്ക് കാണാൻ കരുത്തുമില്ല. അവിടെ ചെറിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് നമ്മൾക്ക് വായിക്കാൻ കണ്ണ് കാണുകയുമില്ല. ഇത് 3 പ്രോട്ടീൻ ഉണ്ട്: സോയ പ്രോട്ടീൻ, വേ പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻ. ഈ സ്കെലിറ്റൻ വലുതാവണമെങ്കിൽ പ്രോട്ടീൻ വളരുന്ന സമയത്ത് കുട്ടികളുടെ വളർച്ചയ്ക്കും അവന്റെ ഉയർച്ചയ്ക്കും ഇത് ആവശ്യമാണ്. 10 ബൊട്ടാണിക്കൽസ് ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടില്ല, ഉറപ്പ് പറയുന്നു. അതായത് 10 ബൊട്ടാണി. കീഴാർനെല്ലിയുണ്ട്, കരളിനെ കറക്റ്റ് ചെയ്യുന്നു. തുളസിയുണ്ട്, നമ്മുടെ റെസിപ്രേറ്ററി ഫങ്ഷനെ കറക്റ്റ് ചെയ്യുന്നു. പനിക്കൂർക്കയുണ്ട്, കഫ തടസ്സങ്ങളെ മാറ്റുന്നു. പച്ചമുന്തിരിയുണ്ട്, ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുന്നു. ഇഞ്ചിയുണ്ട്, അത് ഡൈജസ്റ്റീവ് ഡിസോർഡറെ കറക്റ്റ് ചെയ്യുന്നു. കുരുമുളകുണ്ട്, രക്തശുദ്ധീകരണത്തിന്. കറുവാപ്പട്ടയുണ്ട്, അത് രക്തശുദ്ധീകരണത്തിന്. പിന്നെ ചിറ്റമറുതുണ്ട്, IQ ഡെവലപ്പ് ചെയ്യാൻ. IQ ഇല്ലെങ്കിൽ സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്നാണ് നമ്മളുടെ ഇത്. കഴിവുള്ളവൻ മാത്രം. എല്ലാം 1-ാം റാങ്ക് കിട്ടുമോ? കുട്ടികളെ ഇട്ട് തല്ലി A+ കിട്ടണം, A+ കിട്ടണം എന്ന് പറഞ്ഞ അമ്മമാർക്ക് വേണ്ടി ഒരു സാധനമാണ്. A+ മേടിക്കേണ്ട എല്ലാ കുട്ടികൾക്കും ഇത് രാവിലെയും വൈകുന്നേരവും കലക്കി കൊടുത്തു. അവന് കഫക്കെട്ടുള്ളോ ചുമയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് തരുന്നു. വേറെ ഒരു പ്രശ്നവുമില്ല. ഇത് കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ ദാറ്റ്സ് എ ക്രൈം. ഇതൊരു തെറ്റാണ്. നമ്മൾ അവന്റെ ഗ്രോത്തിനെ, നമ്മൾ അവന്റെ പഠനത്തെ, നമ്മൾ അവന്റെ ബുദ്ധിശക്തിയുടെ പരതയെ, അവനെ വിപുലീകരിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവനെ ഇനി വരുന്ന യുഗങ്ങളിൽ അവൻ ബുദ്ധിയും ശക്തിയും കഴിവുകളുമുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഇത് കൊടുക്കുക തന്നെ ചെയ്യണം. നമ്മൾ പറയും ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ കോമ്പീറ്റ് ചെയ്യേണ്ടത് ശക്തമായ എതിരാളികളോടാണ്. ഇവിടെയുള്ള 140 കോടി ജനങ്ങളിൽ ആർക്കൊക്കെ ജോലി കിട്ടും, ആർക്കൊക്കെ വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യനായി ജീവിച്ചാൽ ഏറ്റവും വലിയ സന്തോഷമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി, അതൽ ലൈഫ് ഇസ് എ മൊമെന്റ് ബിറ്റ്വീൻ വോം ആൻഡ് ടോംബ് എന്നാണ്. ഗർഭപാത്രത്തിനും ശ്മശാനത്തിനും ഇടയിലുള്ള ക്ഷണിക സുന്ദരമായ നിമിഷം, ഇതാണ് ലൈഫ്. ഈ ലൈഫില് നമ്മൾ വെട്ടിക്കൂട്ടുന്നതും തട്ടിപ്പറിക്കുന്നതും മാറ്റി വെക്കുന്നതും ഒക്കെ ഒരിക്കൽ ഒരു തിരമാല വന്ന് സുനാമി എടുത്തോണ്ട് പോകും. നമ്മളൊക്കെ ആരോഗ്യം വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നോക്കൂ, ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രായും പകലും കഷ്ടപ്പെട്ട് കോടികൾ ഉണ്ടാക്കും. 10-60 വയസ്സ് വരെ കോടികൾ ഉണ്ടാക്കും. പിന്നെ ആരോഗ്യം വീണ്ടെടുക്കാൻ ആ കോടികൾ ചെലവഴിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനൊന്നും പോയില്ല. ഈ വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടി കളയണമെങ്കിൽ ഫസ്റ്റ് ആരോഗ്യം വേണ്ടേ? അതിന് ഇത്തരങ്ങളുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. ഈ RCMയിലേക്ക് വന്നാൽ ഇത് മാത്രമല്ല, കുറെ മോറൽ റെസ്പോൺസിബിലിറ്റി, ഒരു എത്തിക്സ്, ഒരു പെരുമാറ്റ സംഹിതയൊക്കെ നമുക്ക് പഠിക്കാം. നമ്മളെ മുതിർന്നവരെ കണ്ട റെസ്പെക്ട് ചെയ്യാൻ. ഇപ്പോ നമ്മളുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും ഒരു വിരുന്നുകാർ വരികയാണെങ്കിൽ മകനൊരു ഫോൺ, മകൾക്കൊരു ഫോൺ, ഭാര്യയ്ക്കൊരു ഫോൺ, അച്ഛനൊരു ഫോൺ, 4 പേരും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ 4 ധ്രുവങ്ങളിലേക്ക് ഇരിക്കുന്നതായിരിക്കും. ഒരു അതിഥി കയറി വരികയാണെങ്കിൽ അനവസരത്തിൽ വന്ന അതിഥിയെ ശപിച്ചുകൊണ്ട് കാലും കയറ്റിയിരിക്കുന്ന പുതിയ തലമുറയുടെ മക്കളെ നമുക്ക് കാണാൻ കഴിയും. അവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇവിടെ വരുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. നമ്മുടെ ലീഡറെ കാണുമ്പോൾ, നമ്മുടെ ഡൗൺ ലൈനിനെ കാണുമ്പോൾ നിങ്ങൾ പറയുക, നമ്മുടെ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റർ, എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർ, അവരാണ് നമ്മളുടെ മാർഗദർശി. അവർ നമ്മളെ ചതിയിൽ പെടുത്തില്ല. അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൈനീട്ടി കൊടുക്കാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജന്മം സാർത്ഥകമാകുന്നത്. നമ്മൾ മാത്രം രക്ഷപ്പെടുന്നവരല്ല, നമ്മളുടെ ഒപ്പം 1000 പേരെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ദൈവം നിയോഗിക്കപ്പെട്ടവനായി, നമ്മളെ തലച്ചോറ് യൂസ് ചെയ്ത് നമുക്ക് ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ടവനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നാമില്ല, ഈ സമയത്ത് നാമില്ല. അടുത്ത നൂറ്റാണ്ടുകളിൽ ഞാൻ ഉണ്ടാകുകയില്ല,
നിങ്ങളും ഉണ്ടാവുകയില്ല. നൂറ്റാണ്ടുകൾക്കിടയിൽ കിട്ടുന്ന ക്ഷണിക സുന്ദരമായ നിമിഷത്തിലാണ് ഒരു മനുഷ്യ ജന്മം. അവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അണിയറയിൽ വന്ന് ജനിച്ച് അണിയറയിൽ വന്ന് ആടിത്തിമർത്ത് മറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിനോ നമുക്കോ തലമുറയ്ക്കോ വേണ്ടി കോറിയിട്ടിട്ട് പോകാനുള്ള മൂന്നക്ഷരമാണ് ആർസിയം എന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾക്ക് ഒരു എലമെന്റ് ഓഫ് ചീറ്റിംഗ് അല്ല എന്നെ ഇതിൽ തീർച്ചയായിട്ടും നിർത്തുന്നത്. ഇതിന്റെ ഒരു ക്വാളിറ്റിയാണ്, ഇതിന്റെ ഒരു ക്വാളിറ്റി. അപ്പോ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു 26,000 രൂപ പെൻഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. 31 വർഷത്തെ പോലീസ് ജീവിതത്തിൽ 26,000 രൂപ പെൻഷൻ കിട്ടിയ ഞാൻ സംതൃപ്തമാണ്. 10,000 രൂപയുടെ ചെലവേ ഉള്ളൂ എനിക്ക്. പക്ഷേ ആർസിഎം നിലയ്ക്ക് 66,000 കിട്ടുമ്പോൾ മോശമാണോ? ഒരു സ്റ്റാർ പേൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ പിന്നിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു. അത് എന്റെ എഫർട്ട് അല്ല, എന്റെ ഡൗൺ ലൈനും അപ്പ് ലൈനും അവരുടെ എല്ലാവരുടെ കൂടി ഒരു ചെറിയ കൂട്ടായ്മ. ഒരു 3 വർഷം കൊണ്ട് 31 വർഷത്തെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും ഈ തന്ന കാക്കിയിട്ടതിൻ്റെ കൊണ്ടുള്ള ആ സ്നേഹവായ്പകൾ ഞാൻ മരിച്ചാലും അവിടുന്ന് മാറുന്നില്ല. അപ്പോ ആ നിലനിൽപ്പ്, ആ സ്നേഹവായ്പകളും ആ കടപ്പാടുകളും മനസ്സിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, അതുപോലെ തന്നെ ഇത് ഒരു മഹത്തരമായ കാര്യമാണ്. ആയിരക്കണക്കിന് എന്റെ താഴെ ഒരു 10-25 ഒരു ടെക്നിക്കൽ അച്ചീവറും ഒരു 25ഓളം സ്റ്റാർ പിന്നുകളും ഉണ്ട്. അവർക്കെല്ലാം ഒരു ചെറിയ ഡയറക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. എന്റെ കഴിവുകൊണ്ടൊന്നുമില്ല. അവർ പഠിച്ചു ഉയർന്നു, അവർ രക്ഷപ്പെടുന്നു. ഒരു 10,000 രൂപ, ഒരു 1000 രൂപ മുതൽ ഒരു 70,000 രൂപ വരെ ഒരു വരുമാനം മേടിക്കാനുള്ള ഒരു ജനത, ഒരു കുറച്ച് 10-200 പേരെ എനിക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ ഒരാൾ വിളിച്ചിട്ട് ഇതായെങ്കിൽ ഇവരെല്ലാം നാളെ ഈ 200 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയാൽ എത്ര മഹത്തരമാണെന്ന് ചിന്തിക്കുക. എനിക്ക് 3 കോടി ഉണ്ടെങ്കിലും 30 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊടുത്തതല്ല, കമ്പനി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഇവിടെ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞത് പൂർവ്വജന്മ സുഹൃതമാണ്. പിന്നെ ഒന്നുകൂടെ പറയാം, ഞാനെന്ന വ്യക്തി, രാജേന്ദ്രൻ എന്ന വ്യക്തി, ഞാൻ മരിച്ചു പോയാലും എന്റെ തലമുറയ്ക്ക് കിട്ടാൻ പോകുന്ന ചെറിയൊരു വരുമാനം അത് വലുതാണ്. ഒരു അമൂല്യമായ സ്രോതസ്സാണ്, ഒരു എക്കണോമിക് ഫ്രീഡമാണ്. ചെറിയ വരുമാനമാണ് ഇപ്പൊ കിട്ടുന്നതെങ്കിൽ അത് വലിയ വരുമാനമാകും. എനിക്ക് വരുമാനം കിട്ടുന്നതോടൊപ്പം എന്റെ താഴെയുള്ള ആയിരക്കണക്കിന് വരുമാനം നേടിക്കൊടുക്കുമ്പോഴാണ് നമ്മൾ സന്തുഷ്ടരാകുന്നത്. അതിനുള്ള ഒരു സാധ്യത ഇതിലുണ്ട്. ഇത് അറിവല്ല, തിരിച്ചറിവാണ് വേണ്ടത്. ഇനി പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇതിന്റെ ഒരു സാധ്യത ഓരോരുത്തരും, നിങ്ങൾ കളയുന്ന സമയങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾ മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ റോട്ടിലിരുന്നും ലോഡിംഗ് ഓഫീസിലിരുന്നും ജാഥ വിളിച്ചുമൊക്കെ കളയുന്ന സമയങ്ങൾ കൂട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് 25 വർഷത്തേക്ക്. നിങ്ങൾ 60 വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ 30 വർഷവും നമ്മൾ ഉറങ്ങിക്കളയാണ്. ബാക്കി 15 വർഷം പഠിച്ചും കാര്യങ്ങളൊക്കെ നടന്നു കളയാണ്. അപ്പോ നിങ്ങൾ ഇനി ഒരു സമയവും കളയാനില്ല. ഇതിൽ വരുമാനം കിട്ടില്ല എന്ന് പറയുന്നവരോട് തീർച്ചയായിട്ടും, നിങ്ങൾ ഒരു ഡോക്ടർ ആവണമെങ്കിൽ 5 വർഷം പഠിക്കണം, അഡ്വക്കേറ്റ് ആണെങ്കിൽ LLB 4 വർഷം പഠിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെങ്കിൽ 4 വർഷം പഠിക്കണം. ചെന്ന ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? ഇനി നമ്മളുടെ അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു 10 ലക്ഷം ജനങ്ങൾക്ക് ജോലിയുള്ളൂ. ഞാനൊക്കെ ഭാഗ്യവശാൽ ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു ചെറിയ പണി കിട്ടി എന്നല്ലാണ്ട് എന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്റെ മക്കൾക്ക് പണി കിട്ടുമോ എന്നുള്ളത് സംശയമെത്തുന്നത്. അവരുടെ മക്കൾക്ക് ജോലി ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അവർക്കെല്ലാം ചെറിയൊരു സമാധാനത്തിനുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഞാൻ നേടിയിട്ട് പോയാൽ അവരെല്ലാം എന്നെ ഓർക്കും. ഞാൻ പറയുന്നു, ഈ ആർസിഎം കൊണ്ട് ആർക്കും ഒരു നഷ്ടമല്ല. അതാണ് നമ്മൾ തീർച്ചയായിട്ടും, ഇപ്പോ നമ്മളെ പുച്ഛിക്കുന്ന പലരും ഉണ്ടാവും. നമ്മളുടെ ഹൈലി അവര് ഓരോരുത്തരും വലിയ വലിയ മാളുകളിലൊക്കെ പോയി മേടിക്കുമ്പോൾ അവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ്. അവിടെ ശീതീകരണ റൂമുകൾ ഉണ്ടാവും. കൈകെട്ടി നിൽക്കുന്ന, നമ്മൾ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് സുസ്മേരവതനായി നിൽക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാം. നല്ല ഡ്രസ്സിൽ കാർ പാർക്ക് ചെയ്യാനുള്ള ഗൂർഖ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ അവിടെയൊക്കെ പോയി എന്തൊക്കെ സാധനം മേടിച്ചാലും ആ സമുച്ചയത്തിന് ചെലവാകുന്ന പൈസയൊക്കെ നിങ്ങളിൽ നിന്ന് ഈടാക്കും. അത് നമുക്കറിയില്ല. ഓഫർ കൊടുത്ത് കൊറ്റി പിടിക്കുന്ന ഒരു സംവിധാനമുണ്ട്, കൊറ്റി. അപ്പോ ഈ ചതിക്കുഴിയിൽ വന്ന് വീഴാതെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ നാളെ പരിതപിക്കേണ്ടി വരും. മഹാഭാരത യുദ്ധത്തിന്റെ കാരണം ആരായിരുന്നു? ഞാൻ പറയുന്നു, അവര് പറയുന്നു ദ്രോണരും ഭീഷ്മനും കർണനുമാണ്.
എന്താണ്? അവർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മൗനം പാലിച്ചിരുന്നു. അതാണ്. ധർമ്മം നടത്തേണ്ട സമയത്ത് കണ്ണുമടച്ചിരുന്നു. അതാണ്. നിങ്ങൾ മൗനം പാലിക്കരുത്. നിങ്ങൾ മൗനം പാലിക്കരുത്. നിങ്ങൾ നാളെ ദ്രോണരും ഭീഷ്മനും കർണനുമായി അധപ്പതിക്കരുത്. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ കഴിയണം. ഞാൻ വിചാരിച്ചാൽ ഈ സമൂഹത്തെ മാറ്റാൻ കഴിയുമൊന്നും ഇല്ലെങ്കിലും നമ്മൾ എല്ലാവരോടും ഒത്തുപിടിച്ചാൽ നമുക്ക് ഈ സമൂഹത്തെ മാറ്റാൻ കഴിയും. 4 കോടി ജനങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ, അസോസിയേറ്റ് ബയർ ഉണ്ടെങ്കിൽ, അത് നാളെ 40 കോടിയാക്കാൻ നമുക്ക് കഴിയണം. ഒത്തുപിടിച്ചാൽ നമുക്ക് കഴിയണം. അതിനുള്ള ഒരു ശ്രമത്തിലായിരിക്കണം എല്ലാവരും. തീപ്പൊരിയായി ഒരു കാര്യങ്ങൾ ഇതില് നമ്മൾ എഡ്യൂക്കേഷൻ എടുക്കാതെ പറ്റില്ല. എഡ്യൂക്കേഷൻ എടുക്കണമെങ്കിൽ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഏജ് ലിമിറ്റും ഇല്ല. അപ്പോ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വില്ലുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ അംഗീകരിച്ചേ മതിയാവുള്ളൂ. എവറസ്റ്റ് കൂടി കയറുന്നതിന് മുമ്പ് എത്രയോ തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കയറിയില്ലേ? ഞാൻ ഒന്നുകൂടെ പറയാം. വിൽമാൻ ഡൂൾഫ് എന്ന് പറഞ്ഞ ഒരു കറുത്ത വർഗക്കാരി ഉണ്ടായിരുന്നു. 1960 ഒളിമ്പിക്സിൽ 4 മെഡലുകൾ നേടി. ജന്മനാ പോളിയോ ബാധിച്ച ആ കുട്ടി 7 വയസ്സിൽ കളിക്കളത്തിൽ കൊണ്ടു നിർത്തി ഓടാൻ പോലും പറ്റാത്ത. അപ്പൊ അവര് പറഞ്ഞു, അമ്മേ എന്തിനാ നാട്ടുകാര് മുഴുവൻ, അമ്മ പറഞ്ഞു, മകളെ നീ എന്തിനാണ് ഈ പുറപ്പാട്, നിനക്ക് ഓടാൻ കഴിയില്ല. ഡോക്ടർ പറഞ്ഞു ഓടാൻ കഴിയില്ല, നിനക്ക് പോളിയോ ബാധിച്ച് കാലി തളർന്നവളാണ്. കൊണ്ടു നിർത്തി, പതുക്കെ വീണു, പിന്നെയും ഓടി. 1960 22 മക്കളിൽ 20ാമത്തെ മോളായി ജനിച്ച വിൽമാൻ ഡൂൾഫ് എന്ന കറുത്ത വർഗക്കാരി 4 മെഡലുകൾ മേടിച്ചു. അവിടെ അംഗപരിമിതരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ ഉന്തുവണ്ടിയിൽ ഓടിപ്പോകുന്ന, ലോട്ടറി വിൽക്കുന്ന, കയ്യും കാലും ഇല്ലാത്ത ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലേ? അവന്റെയെങ്കിലും ആത്മവിശ്വാസത്തിൽ 1000 നമുക്ക് വേണ്ടേ? നമുക്കിത് ചെയ്യാൻ കഴിയുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പ്രകൃതി തന്നെ നിങ്ങൾക്ക് വഴിമാറ്റി തരും എന്നുള്ള ഈ സംശയമില്ല. നമ്മൾ ഉറച്ചു തീരുമാനിക്കണം. അത് നമ്മളിൽ കൂടുതൽ ആൾക്കാരും ഒരു കംഫർട്ടബിൾ സോണിലാണ് ഇരിക്കുന്നത്. റിട്ടയർമെന്റ് കഴിഞ്ഞ് ഒരു ആഘോഷത്തിന് വന്നവരാണ്, അല്ലെങ്കിൽ ആ പണം ആവശ്യമില്ലാത്തവരാണ്. പണം നേടണമെങ്കിൽ അതെ കഷ്ടപ്പാടില്ലാതെ ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു 7 പ്രിൻസിപ്പിൾ ഉണ്ട്. പൊളിറ്റിക്സ് വിതൗട്ട് മൊറാലിറ്റി, ഗെയിൻ വിതൗട്ട് പെയിൻ. തത്വദീക്ഷതയില്ലാത്തൊരു രാഷ്ട്രീയത്തെ ഞാൻ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ ഒരു കഷ്ടപ്പാടില്ലാത്ത ഒരു നേട്ടം അനുഭവിക്കാൻ കഴിയില്ല. ഇവിടെ വരുന്നവരൊക്കെ അയ്യോ എന്റെ അപ് ലൈൻ ഇല്ല, എന്റെ ഡൗൺ ലൈൻ ഇല്ല, ഞാൻ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അപ്പോ നിങ്ങൾ നിരന്തരം അപ് ലൈനിൽ നോക്കണ്ട, ഡൗൺ ലൈനിൽ നോക്കണ്ട. നിങ്ങളുടെ ബിസിനസ് ആണെന്ന് നിങ്ങൾക്ക് എപ്പോ ബോധ്യമായാൽ നിങ്ങൾ പകുതി വിജയിച്ചു. നല്ല കമ്പനിയിൽ ആണ് നിങ്ങൾ ജോയിൻ ചെയ്തതിൽ പകുതിയും വിജയിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കണ്ട, മുന്നോട്ടൊരു പ്രയാണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അതിന് പ്രകൃതി തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് തരും എന്നുള്ളതിലാണ്. ഒരുപാട് ഞാനിപ്പോ ഓർക്കുന്നു സുജിത് സാറിന്റെയും മൂർത്തി സാറിന്റെയും ഒക്കെ കഷ്ടപ്പാടുകളെയാണ്. നമ്മളൊരു 4000 പ്രൊഡക്റ്റുകളുടെ അഭവമായ ഒരു മായാ ലോകത്താണ് നമ്മൾ, അല്ലെ? ഇന്നലെ അലുവയും കൊണ്ടി കഴിച്ചു തന്നു, എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് ഉള്ളപ്പോ ഒരു പ്രൊഡക്റ്റും ഇല്ലാത്തപ്പോ അവരുടെ ദീർഘവീക്ഷണവും അവരുടെ കായികക്ഷമതയും അവരുടെ പേഷ്യൻസും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. നമ്മളോട് തന്നെ പുച്ഛം, സെൽഫായിട്ട് നോക്കും. ഞാനൊന്നും ചെയ്യുന്നില്ല. ഒരു 2 വർഷം വിചാരിച്ചാൽ ടെക്നിക്കൽ അച്ചീവർ ആർക്കുമാകാം. ഒരു ഗസറ്റഡ് റാങ്കിൽ കിട്ടും, അതിനുള്ള ശമ്പളം കിട്ടും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോ എല്ലാവർക്കും നന്മ വരാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഇതിലുണ്ട്. ഇത് ദൈവം നേരിട്ട് ഇറക്കി തന്നിരിക്കുന്നവരും. അതിനുള്ള ഒരു മനസ്സുകൂടെ വേണം. നിങ്ങൾക്ക് പൈസ ആവശ്യമില്ലെങ്കിൽ പോട്ടെ, 100 പേരെ സഹായിക്കാൻ പറ്റുമോ? നാളെ നിങ്ങളുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കപ്പെടും. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് അറിവ് പോരാ, തിരിച്ചറിവ് വേണം. നിങ്ങൾക്ക് 2 കണ്ണുകൾ പോരാ, ഉള്ളിലുള്ള നന്മയുള്ള ഒരു കണ്ണുകൾ വേണം. അന്യൻ രക്ഷപ്പെടുമ്പോൾ തന്റെ ഒരു കിച്ച് വരാതെ ഒരു മാനസിക വിപുലതയുണ്ടാവും. നമ്മൾ നോക്കൂ, ഓരോ മനുഷ്യന് നിങ്ങൾ എല്ലാവരോടും നന്നായി പെരുമാറാൻ കഴിയുമ്പോഴാണ് നിങ്ങളൊരു നല്ല ആവുന്നത്, അല്ലെ? മുഖത്തെ 6 പേശികൾ ചലിപ്പിച്ചാൽ ചിരി വരും. മുഖത്ത് എത്രയോ പേശികൾ ചലിപ്പിച്ചാൽ ദുഃഖവും പ്രകൃതിയും വരും. നിങ്ങൾക്ക് ഒരാളോടൊരു കോപം തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഷ്രിങ്കായി പോകുന്നു. നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവൻ
അവന് ദോഷം വരണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കാണ് ദോഷം വരുന്നത്. കൈ ചൂണ്ടുമ്പോൾ മറ്റുള്ള വിരലുകളെല്ലാം നമ്മളോട്. അപ്പൊ എല്ലാവർക്കും രക്ഷപ്പെടാൻ, എല്ലാവരെയും രക്ഷിക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പഠിക്കണം. ഓരോരുത്തരും ചെയ്യുന്ന അണ്ണാറക്കൊട്ടനും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്യാൻ കഴിയട്ടെ എന്ന എല്ലാവർക്കും അതിനുള്ള കഴിയും. ഈ സൂമിൽ ഇരിക്കുന്നവരെല്ലാവർക്കും അതിന് കഴിയും. ഞാൻ പറയുന്നു, പിന്നെ ഒന്നുകൂടി പറയുന്നു, നമ്മളുടെ നാടുകൾ മുഴുവൻ ഇപ്പൊ തന്നെ ശമ്പളം 1-ാം തീയതി മുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നു, M.Ed കഴിഞ്ഞ ആള് 16,500 മാത്രം വരുമാനമുള്ള ലാസ്റ്റ് ഗ്രേഡിനോട് PSC കോച്ചിങ് 5 വർഷമായിട്ട് കോച്ചിങ് പോകുന്നവരുണ്ട്. അവരോടൊക്കെ പറയണം, ഒരു ഹൈസ്കൂൾ അധ്യാപകന് വേണ്ടി 50 ലക്ഷം കെട്ടിവെച്ച് പോകുന്നവരുണ്ട്. ഈ RCM ഏറ്റെടുത്ത് ഒരു വർഷത്തിനുള്ളിൽ ഈ 50,000 മേടിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇവിടെ ഒരു പൈസയും പണമല്ല. എനിക്ക് 3 വർഷം കൊണ്ട് 22 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. ഞാനൊരു ഷോപ്പ് ഇട്ടു, 22 ലക്ഷം തിരിച്ചു കിട്ടി. എന്റെ എല്ലാ കട പ്രശ്നങ്ങളും തീർന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ RCM-ന് വേണ്ടി ഒരു പൈസ മുടക്കിയാൽ അത് 100 കിട്ടുമെന്നുള്ളത് സംശയമില്ല. ഇപ്പോഴും ഓരോരുത്തർ കോടികൾ കയ്യിലുണ്ട്. പക്ഷെ പേടിയാ, ഇൻട്രസ്റ്റുമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുക. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള നിങ്ങളൊരു സംവിധാനം നടത്തുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു. നിങ്ങളൊരു വണ്ടർ മാൾ ഇടുമ്പോൾ അവിടെ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു നന്മ ചെയ്തുകൂടെ? അത് ചെയ്യില്ല. എന്നിട്ട് ഒരു ആട്ട കൊണ്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ പോകും. അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ചെറിയ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളുടെ അമ്മാവന്റെ മകന്റെ നൂലുകെട്ടിന് പോയില്ല എന്ന് പറയും. അവയൊക്കെ മാറ്റിവെച്ചു. നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യാം, RCM-ലെ സ്ഥിരമായിട്ടുള്ള ലീഡേഴ്സിന് ഒരൊറ്റ ഡയറക്ഷൻ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, നിങ്ങൾ ശക്തമായ ലീഡർ നിങ്ങൾക്ക് നയിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നവരെ പറഞ്ഞു വിട്ടേക്കൂ. അവരുടെ ഭാവിയോടെ തൊലയ്ക്കരുത്. നിങ്ങൾ ടു ബി സീരിയസ്, ദി ഡെഡ് ലൈൻ ആണ്. നമ്മൾ സീരിയസ് അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാർ സീരിയസ് ആകില്ല. നമ്മൾ ഉയർച്ചയിലെത്ത ഡയമണ്ട് ആവേണ്ട ആൾക്കാരെ നിങ്ങളുടെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടിക്കുഴയ്ക്കരുത്. അവരെ നശിപ്പിച്ചു കളയരുതെന്ന് ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. RCM ചെയ്യുവാണെങ്കിൽ ഡു ഓർ ഡൈ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുക. RCM-ൽ ചെയ്യുക. നമ്മളുടെ എല്ലാ ശ്വാസത്തിലും നമ്മുടെ അവസാന തുള്ളി രക്തം വരെ RCM-ൽ ഉറച്ചു നിൽക്കാനും അതിനെ വിജയിപ്പിക്കാനുമുള്ള കരുത്ത് നമുക്കുണ്ടാവണം. നമ്മൾ ഉണ്ടാക്കും. നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കണം. അല്ലാതെ തമാശയ്ക്കും നേരം പോക്കിനും വേണ്ടി RCM ചെയ്യാൻ വന്നവർക്കൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവരാണ് ഈ RCM-നെ കുറിച്ച് മോശം പറയുന്നത്. 15 വർഷം മുമ്പ് ചേർന്നു എനിക്ക് വരുമാനം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് മോങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ കാര്യങ്ങൾ പഠിക്കില്ല. അവർ എല്ലാവരും പഠിക്കൊന്നും വേണ്ട. ഇത് നല്ല ചായപ്പൊടിയാണ്, നല്ല ആട്ടയാണ്, നല്ല പേസ്റ്റ് ആണ് എന്ന് പറയാൻ എന്താണ് മടി? ആദ്യം നിങ്ങളുടെ ഈഗോ എടുത്ത് ദൂരെ കളയൂ. സരസ്വതി ദേവി ഇരിക്കുന്ന താമരപ്പൂവിലാണ്. സരസ്വതി വിദ്യയുടെ ദേവത ഇരിക്കുന്നത് താമരപ്പൂവിലാണ്. അവർക്ക് എന്താണ് അതിന്റെ സിംബോളിക്? ആ അറിവ് കൂടുന്നതനുസരിച്ച് ഉപരിപ്ലവമായ ഈ പൊങ്ങുതടിയിൽ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ മനസ്സിലെ പ്രായം കുറയണം. ഹംബിൾ ആൻഡ് സിമ്പിൾ ആവണം. നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുമ്പോഴും ഓരോരുത്തരും നമ്മൾ ഒന്നുമാകുന്നില്ല. നമ്മളുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഈഗോയൊക്കെ മാറ്റിവെച്ച് സീരിയസ് ആയിട്ട് ആരെന്ത് പറയും, പുള്ളിക്ക് ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പോട്ടെ, ആയിരക്കണക്കിന്. ഞാൻ പറയുന്നു, ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട്. ഒരു 10 ലക്ഷം പോലും ഇവിടെ ചേർന്നിട്ടില്ല. നമുക്ക് ചേർക്കാം എല്ലാവരെയും. കേരളത്തിൽ ഞാൻ പറയുന്നു, ഈ 3.5 കോടി ആൾക്കാരും RCM-ൽ ജീവിക്കുന്ന, RCM-ൽ ചേരുന്ന ഒരു നാൾ വരും. അന്ന് നിങ്ങളും ഞാനും ഒക്കെ ഉണ്ടാവണം എന്നുള്ള ഭാഗ്യം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ചെറിയ ഒരു ദീപത്തിൽ നിന്നേ മറുദീപം കുത്താൻ പറ്റുള്ളൂ. ഒരു ദീപത്തിൽ നിന്ന് 1000-മായി, സഹസ്രമായി നമ്മളുടെ ഒരു എഫേർട്ടും നമ്മളുടെ ഒരു കൂട്ടായ്മയും ഉണ്ടാവട്ടെ. ഇന്ന് ചിരിച്ച മുഖങ്ങളോടുകൂടി ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉയർച്ച ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ടും ആഗ്രഹിച്ചുകൊണ്ട് എന്റെ അറിവിനോ പരിജ്ഞാനത്തിനോ കരുതി എന്തെങ്കിലും വാക്തടസ്സങ്ങളോ നിങ്ങളുടെ ബുദ്ധി വ്യാപരതയ്ക്ക്, നിങ്ങളുടെ വേവ് ലെങ്തിന്
അനുസരിക്കാതെ പോയി എന്തെങ്കിലും വാമൊഴികൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സഹോദര ബുദ്ധിയായി ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് RCMൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ജഗദീശൻ, RCMന്റെ കണ്ണ് തുറപ്പിക്കാൻ ജഗദീശൻ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ട് എന്ന് തന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാനുള്ള കണ്ണ് ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ, ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ സംസാരം ഞാൻ നിർത്തുന്നു. GRCM.